ഇന്ന് തൃശ്ശൂരിൽ നിന്ന് വന്ന വളരെ നിർഭാഗ്യകരമായൊരു വാർത്ത. ആ സംഭവത്തിന്റെ വിശദാംശത്തിലേക്കാണ്. ആദിവാസി കോളനിയിൽ നിന്ന് ഒരാഴ്ച മുൻപ് കാണാതായ 2 കുട്ടികളുടെയും മൃതദേഹം കണ്ടെത്തി. സജിക്കുട്ടൻ, അരുൺകുമാർ എന്നിവരാണ് മരിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇരുവരെയും കാണാതായത്. ശാസ്താംപൂവം കോളനിക്ക് സമീപത്തെ വനാതിർത്തിയിൽ നിന്നാണ് 2 മൃതദേഹവും കണ്ടെത്തിയത്. മൃതദേഹത്തിന്റെ കാലപ്പഴക്കത്തിൽ വ്യത്യാസമുണ്ട്. തേൻ ശേഖരിക്കുന്നതിനിടെ അരുൺകുമാർ മരത്തിന് മുകളിൽ നിന്ന് വീണു എന്നാണ് നിഗമനം. അരുണിന്റെ മൃതദേഹത്തിന് സമീപത്ത് നിന്ന് മീറ്ററുകൾ മാറിയാണ് സജിക്കുട്ടന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. സൂരജ് സജീവ് വിശദാംശങ്ങളുമായി. സൂരജ്, ഒരേ ദിവസം തന്നെ കാണാതായ 2 കുട്ടികൾ, പക്ഷേ ഇപ്പോൾ മൃതദേഹം കണ്ടെത്തുന്നു എന്ന് പറയുമ്പോൾ അതിൽ വലിയ ദുരൂഹതയാണല്ലോ അനുഭവപ്പെടുന്നത്. ഒരു മൃതദേഹത്തിന് കാലപ്പഴക്കമുണ്ട്, അത് അഴുകിയ നിലയിൽ. മറ്റേ മൃതദേഹത്തിന് അത്രയും കാലപ്പഴക്കമില്ല എന്ന് പറയുമ്പോൾ ഇതിൽ വലിയ ദുരൂഹത പോലീസ് സംശയിക്കുന്നില്ലേ? അനുജ, തീർച്ചയായും ഇത്തരം പൊരുത്തക്കേടുകൾ അതിന് മറുപടി ലഭിക്കാനുള്ള ഒരു നീക്കത്തിലാണ് പോലീസ് ഉള്ളത്. നിലവിൽ ഈ ഫോറൻസിക് വിഭാഗവും അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡും എല്ലാം സ്ഥലത്തെത്തി ഇപ്പോൾ ഈ പരിശോധനകളെല്ലാം നടത്തുകയാണ്. അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ 2 കുട്ടികളാണ് മരിച്ചത്. അതിൽ അരുൺകുമാറാണ് ഈ തേൻ ശേഖരിക്കുന്നതിനിടയിൽ മരത്തിൽ നിന്ന് വീണു മരിച്ചു എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. അത് സാധൂകരിക്കുന്നത് ഇപ്രകാരമാണ്. ഈ മരത്തിൽ അരുൺകുമാർ ഈ ഒരു കയർ കെട്ടി, ഒരു തോർത്ത് കെട്ടിയിരുന്നു. ഇവർ തേനെടുക്കാൻ സമയത്ത് ശരീരവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു തോർത്ത് കെട്ടാറുണ്ട്. അത്തരത്തിൽ കെട്ടിയ തോർത്താണ് ഈ മരത്തിന് മുകളിൽ ഉള്ളതെന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. അങ്ങനെയാണ് ഈ മരത്തിൽ നിന്നാണ് വീണ അരുൺകുമാർ മരിച്ചത് എന്നുള്ള കണ്ടെത്തലിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. എന്നാൽ 200 മീറ്റർ അകലെയാണ് നിലവിൽ ഈ അടുത്ത കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അത് പക്ഷേ പോലീസ് പറയുന്നത് എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചത് എന്നതിൽ വ്യക്തതയില്ല. കാരണം മൃതദേഹത്തിന് ഒരു 2 ദിവസത്തിൽ താഴെ മാത്രമേ പഴക്കമുള്ളൂ എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെയോ ഇന്നോ ആയിരിക്കാം ഈ മരണം സംഭവിച്ചത് എന്നൊരു വിലയിരുത്തലാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ മൃതദേഹത്തിന് എങ്ങനെയാണ് ആ മരണം സംഭവിച്ചത് എന്ന് സംബന്ധിച്ചെല്ലാം വ്യക്തത വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ ഇൻക്വസ്റ്റ് നടപടികളിലേക്കും അതുപോലെ തന്നെ സ്ഥലത്തെ പരിശോധനകളിലേക്കും എല്ലാം പോലീസ് കടന്നിട്ടുണ്ട്. ഈ വന്യജീവി ആക്രമണത്തിന്റെ സാധ്യതകൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. കാരണം ആനയുടെയും അതുപോലെ തന്നെ കാട്ടുപോത്തിന്റെയും പുലിയുടെയും എല്ലാം ശല്യം ഏറെയുള്ള മേഖലയാണ്. പക്ഷേ വന്യജീവി ആക്രമണത്തിൻ്റെതായ ലക്ഷണങ്ങൾ മൃതശരീരത്തിൽ ഇല്ല. എന്നാൽ പോലും എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ടുള്ള നടപടിയിലേക്ക് പോലീസും വനംവകുപ്പും കടക്കുകയാണ്. കഴിഞ്ഞ 2-ാം തീയതിയാണ് ഇത്തരത്തിൽ കുട്ടികളെ വീട്ടിൽ നിന്ന് കാണാതാകുന്നത്. ആ സമയത്ത് മാതാപിതാക്കൾ കരുതിയത് സമീപത്തെ ബന്ധുക്കളുടെ വീട്ടിൽ പോയി എന്നുള്ളതാണ് ഇവർ കരുതിയത്. ദിവസങ്ങളോളം ഈ കുട്ടികളെ പറ്റി ഒരു വിവരവും അന്വേഷിച്ചില്ല. കഴിഞ്ഞ ദിവസമാണ് ഇവർ ഈ സമീപത്തെ ബന്ധുവീട്ടിലെത്തി ഈ കുട്ടികളെ പറ്റി തിരക്കുന്നത്. പക്ഷേ ആ സമയം കുട്ടികൾ അവിടെ എത്തിയിട്ടില്ലെന്ന് വിവരം കൈമാറുന്നു. അങ്ങനെ ഇന്നലെ രാവിലെയോടുകൂടി വെള്ളിക്കുളങ്ങര പോലീസിൽ ഇവർ പരാതി നൽകുകയായിരുന്നു. ആ സമയം തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് മാതൃകാപരമായ ഇടപെടലുണ്ടായി. പോലീസും വനംവകുപ്പും നാട്ടുകാരും എല്ലാം ചേർന്ന് വലിയ രീതിയിൽ ഇന്നലെ രാത്രി വൈകിയും എല്ലാം തിരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ ഇവരെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് പോലീസും വനംവകുപ്പും ചേർന്നുകൊണ്ട് ഇന്ന് പ്രത്യേക ആക്ഷൻ രൂപീകരിച്ച ഒരു ദൗത്യം രൂപീകരിച്ചുകൊണ്ട് ഇന്ന് രാവിലെ 7 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഓരോ സംഘത്തിലും 15 പേരെ വീതം ഉൾപ്പെടുത്തിയുള്ള വലിയ തിരച്ചിൽ അത് ഈ വനത്തിനകത്തുടനീളം നടത്തി. ആ തിരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ ഇവരെ ഈ ശാസ്താംപൂവം കോളനിക്ക് സമീപത്ത് തന്നെയുള്ള വനത്തിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ അല്പസമയത്തിനകം പൂർത്തിയാക്കും. അതിനുശേഷം മൃതദേഹങ്ങൾ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റും. ഇതിലിപ്പോൾ ഏത് തരത്തിലേക്കാണ് ഇതിലെ ദുരൂഹത കണ്ടെത്താനുള്ള അന്വേഷണം? അത് എങ്ങനെയാണ് നടക്കുന്നത് സൂരജ്? കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മൃതദേഹത്തിന് കാലപ്പഴക്കമില്ല എന്ന് പറയുന്നു. അത് മീറ്ററുകൾ മാറി മാത്രമാണ് ആ മൃതദേഹം കിടന്നിട്ടുള്ളത്. തേൻ ശേഖരിക്കാൻ പോകുമ്പോൾ മരത്തിൽ നിന്ന് താഴേക്ക് വീണതായി, അങ്ങനെയാകാം ആദ്യത്തെ ആളുടെ മരണം സംഭവിച്ചത് എന്ന് പറയുമ്പോഴും 2ാമത്തെ മരണം എങ്ങനെ സംഭവിച്ചു എന്നൊക്കെയുള്ള ഒട്ടേറെ ചോദ്യങ്ങളുണ്ടല്ലോ. തീർച്ചയായും അനുജ, അത്തരം ചോദ്യങ്ങൾക്കെല്ലാം മറുപടി കണ്ടെത്തേണ്ടതുണ്ട്. പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. ഈ കുട്ടിയുടെ മരണം സംഭവിച്ചതിന് ശേഷം, അതായത് ആദ്യ കുട്ടിയായിട്ടുള്ള അരുണിന്റെ മരണം സംഭവിച്ചതിന് ശേഷവും ഈ 2ാമത്തെ കുട്ടി സജി അവിടെ തന്നെ തുടർന്നു, വനത്തിനുള്ളിൽ തന്നെ തുടർന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇനിയും തിരികെ വീട്ടിലേക്ക് പോകാൻ അറിയാത്തത് കൊണ്ടാണോ, കാടിനെ പറ്റി അറിയാത്തത് കൊണ്ടാണോ എന്നൊരു സാധ്യത പോലീസ് പരിശോധിച്ചിരുന്നു. പക്ഷേ എന്നാൽ പോലും ഇവർ തുടർച്ചയായി വനത്തിലേക്ക് എത്തുന്ന കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വീട്ടിലേക്ക് മടങ്ങാനുള്ള വഴിയെ സംബന്ധിച്ചൊരു നിശ്ചയക്കുറവ് ഉണ്ടാകില്ല എന്നൊരു നിഗമനമാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇതിൽ സംഭവിച്ചത്? അതായത് ഈ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരാഴ്ച പിന്നിടുന്നു. അങ്ങനെ ഭക്ഷണം കഴിക്കാത്തതിനെ തുടർന്നാണ് ഈ മരണം സംഭവിച്ചത്. ജലം, അതായത് ശുദ്ധജലം ഉൾപ്പെടെ കാടിനകത്ത് കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ടോ? മറ്റെന്തെങ്കിലും കാരണമാണോ? അതായത് ഈ വന്യജീവി ആക്രമണമാണോ? അതോടൊപ്പം തന്നെ ഈ വലിയ രീതിയിലുള്ള വിഷ സർപ്പങ്ങളടക്കം ഈ കാടിനകത്തുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാമ്പുകടി ഏറ്റിട്ടുണ്ടോ എന്നതടക്കമുള്ള സാധ്യതകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിനപ്പുറം ഇതിൽ
ഒരു കൊലപാതക സാധ്യത പോലും പോലീസ് തള്ളിക്കളയുന്നില്ല. അങ്ങനെ ഏതെങ്കിലും കൊലപാതകമോ ആത്മഹത്യയാണോ എന്ന സംബന്ധിച്ചുള്ള സാധ്യതകളും പോലീസ് തള്ളിക്കളയുന്നില്ല. കാരണം ഈ കുട്ടി മരിച്ചതിനെ തുടർന്നുള്ള മനോവിഷമത്തെ തുടർന്നാണോ മറ്റേ കുട്ടി ആത്മഹത്യ ചെയ്തത് എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ ഡോഗ് സ്ക്വാഡിനെ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ടുള്ള ഒരു വ്യാപകമായ തിരച്ചിൽ. അത് ഇവരുടെ മൃതദേഹമുള്ള ഭാഗത്ത് മാത്രമല്ല, ഈ വനത്തിന് ഇവരെ മൃതദേഹം കണ്ടെത്തിയതിന് പരിസരത്തുള്ള വനത്തിലാകെ തിരച്ചിൽ നടത്താനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അത്തരത്തിലാണ് ഇപ്പോൾ ഈ ഡോഗ് സ്ക്വാഡിനെ എത്തിച്ചുകൊണ്ട് പോലും മേഖലയിലേക്കുള്ള ഒരു തിരച്ചിൽ നടത്തുന്നത്. എന്തായാലും സബ് കളക്ടർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ നിലവിൽ ഈ മേഖലയിൽ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഈ തെരച്ചിൽ മുന്നോട്ട് പോകുന്നത്. ചാലക്കുടി ഡിവൈഎസ്പി ഉണ്ട്, ചാലക്കുടി DFO ഉണ്ട്, അങ്ങനെ തുടങ്ങി ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഈ ഇൻക്വസ്റ്റ് നടപടികൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമായിരിക്കും ഈ രണ്ടാമത്തെ കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്തായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള വ്യക്തതയിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അനുജ.